പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒമാൻ ഒഴികെയുള്ള എല്ലാ GCC രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാളാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഗൈസ്, ഈ ഈദ് മുബാറക് പ്രമാണിച്ച് നമുക്ക് STC ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമുക്ക് ബോണസ് ആയിട്ട് ഒരു 25 GB നൽകാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ചെറിയ പെരുന്നാൾക്കും നമ്മുടെ STC നമുക്ക് 25 GB ബോണസ് ആയിട്ട് 3 ദിവസത്തേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ STC എന്ന ഈ ഒരു മൈ STC BH എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെറിയൊരു പ്രോസസ്സിംഗ് അതൊന്ന് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ CPR നമ്പറൊക്കെ നൽകിയിട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. എന്നാൽ തന്നെ അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ നോക്കേണ്ട ഒരു കാര്യം, പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ 8 അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 8 അക്ഷരങ്ങൾ എന്ന് പറയുന്നതിൽ അതിൽ നമ്മുടെ ലെറ്റർ കൊടുക്കുമ്പോൾ ഒരു വലിയ അക്ഷരം ഒരു ചെറിയ അക്ഷരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്പർ വേണം, പിന്നെ അറ്റ് കോമ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് അങ്ങനെ നൽകിയിരിക്കും കേട്ടോ. അങ്ങനെ 8ൽ കുറയാത്ത ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ നൽകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ STC ഒരു കാര്യം ശ്രദ്ധിക്കുക, STC പേ എന്ന ആപ്ലിക്കേഷനിലെ മൈ STC BH എന്ന ആപ്ലിക്കേഷൻ ഉണ്ടോ. അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കൂട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാതെ എങ്ങാനും ഏറ്റവും മുകളിലുള്ള ആ ഒരു അത് ക്യാൻസലുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതെന്ന് കരുതി നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണിക്കൂട്ടോ, സെലിബ്രേറ്റ് ഈദ് 25 GB ഫ്രീ, എൻജോയ് 25 GB ഡാറ്റ ബോണസ് വാലിഡ് ഫോർ 3 days. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ GB വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആക്റ്റീവ് ആക്കാം കേട്ടോ. മിനിമം 3 ദിവസമായിരിക്കും കിട്ടുക. അത് നിങ്ങൾ 3ാമത്തെ ദിവസമാണ് ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ ആ ദിവസം മുതൽ 3 ദിവസം കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് മുതൽ 3 ദിവസമായിരിക്കും. ഈ 3 ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് ആക്കണം. ഇനി 4ാമത്തെ ദിവസം ഇത് ആക്റ്റീവ് ആക്കാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി ആക്റ്റീവ് നൗ എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ഫോർ ആഡഡ് ഓൺ ആക്റ്റീവ് ഹാസ് ബീൻ റിസീവ്ഡ്, പ്ലീസ് ഫോളോ യൂസ് ഫ്യൂ മിനിറ്റ്സ് ആൻഡ് പ്രോസസ് യുവർ റിക്വസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിം കാർഡിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് പോകാനുള്ള വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു GB ഫോണിൽ വർക്ക് ആവുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഇത് വർക്ക് ആവില്ല. അല്ലെങ്കിൽ വാലിഡിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് 1-2 ദിനാർ റീചാർജ് ചെയ്യുമ്പോൾ അതിനുള്ള ഡേറ്റ് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ റീചാർജ് ചെയ്ത ആ തുക നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. 124 എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇത്ര GB 25 GB 3 days ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് അൺലിമിറ്റഡ് ആയിട്ട് ഈ 25 GB തീരുവോളം നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ പല ആളുകളും ചോദിക്കും STCക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ സെയിൻ സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സെയിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടോ. അപ്പോൾ അതിൽ അറിയാൻ പറ്റും. ബെറ്റൽകോ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ബെറ്റൽകോയിൽ നോക്കി, പക്ഷേ അതിലൊന്നും കാണുന്നില്ല. ബെറ്റൽക്കോ പുതിയ ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടോ. ബെറ്റൽക്കോയുടെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ റിവാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതുവരെ നോക്കാത്ത ആളുകളാണെങ്കിൽ അത് ശ്രദ്ധിക്കട്ടോ. റിവാർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് GB ഫ്രീ ആയിട്ട് ലഭിക്കട്ടോ. ഇതുവരെ അത് നോക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഓരോ ദിവസം വെച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് GB കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈവ് എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ Facebook പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.